ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യ വഴി ശുശ്രൂഷയുടെ 27ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പതിവുള്ള ആമുഖം ഇന്ന് കാര്യമായിട്ട് ഇല്ല. കാര്യം ഇന്ന് കുറച്ചധികം ബൈബിൾ വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിച്ച് പോകാനുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, ബൈബിൾ എടുത്ത് വെച്ചേക്കണം. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ എടുത്ത് നിങ്ങളുടെ മടിയിലോ മുമ്പിലോ വെച്ച് ആ പേനയും എടുത്ത് ഒരു ചെറിയ പേപ്പറുമായിട്ടിരുന്നാൽ നമുക്ക് വലിയ ആശ്വാസം കണ്ടെത്താൻ പറ്റുന്ന, അത് മാത്രമല്ല നമ്മളെ തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ബൈബിൾ വാക്യങ്ങൾ ഇന്ന് നമുക്ക് കിട്ടും. അത് നല്ലതാണ്. അങ്ങനെ വായിച്ച് പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ വിചാരത്തോടെ ഇരിക്കണം. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 27-ാം വാക്യം മുതൽ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 27-ാം വാക്യം മുതൽ ഈശോയുടെ പീഡാസഹന രംഗത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 27-ാം വാക്യം മുതൽ 31-ാം വാക്യം വരെയുള്ള ഭാഗത്തിൻ്റെ തലക്കെട്ട് ഈശോയെ പരിഹസിക്കുന്നു. ഈശോ ഹി ടേൺസ് ഔട്ട് ടു ബി ആൻ ഒബ്ജക്റ്റ് ഓഫ് മോക്കറി. ഇവരുടെ കളിയാക്കലിൻ്റെ, പരിഹാസത്തിൻ്റെ വിഷയമായി ആര് മാറുകയാണ്? ഈശോ മാറുകയാണ്. അവിടെയാണ് ഈശോയുടെ മുഖത്ത് അവർ കാർക്കിച്ച് തുപ്പുന്നു, ഈശോയുടെ തലയിൽ മുൾക്കിരീടം അണിയിക്കുന്നു, അവനെ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നു, അവനെ ഉപദ്രവിക്കുന്നു, നിന്ദിക്കുകയാണ് ഈശോയിട്ട്. ശരിക്കും നമുക്ക് വലിയ സങ്കടം തോന്നുന്ന ഒരു രംഗമാണ്. കാരണം നമ്മുടെ കർത്താവും ദൈവവുമായവനാണ്. ആ സ്നേഹത്തോടെ ഈശോയെ നോക്കിയിട്ട് ഈ രംഗം കാണുമ്പോൾ നമുക്കങ്ങ് ആകെപ്പടങ്ങ് ചുളിയുന്ന ഫീലായിരിക്കും. അങ്ങ് സങ്കടം വരും. എന്താ ഇവന്മാർ ഈ കാണിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന രംഗങ്ങളാണ്. ഇവരറിയുന്നുണ്ടോ ഇവരെന്താ ഈ കാണിക്കുന്നതെന്ന്? അതാണ് രസം. എന്നുവെച്ചാലേ ശരിക്കും നമ്മൾ എടാ പൊട്ടന്മാരെ, നിങ്ങൾ അറിയുന്നുണ്ടോ ആരോടാ ഈ കളിക്കാൻ നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നു. ചിലരോട് നമ്മൾ സംസാരിച്ച് പറത്തില്ല, എന്തറിഞ്ഞിട്ടാ ഇത്. സമീപകാലത്തെ അതൊരു സിനിമയുടെ ഒരു ഡയലോഗ് ഓർമ്മ വരുമായിരുന്നു. അതായത്, ചാരമാണെന്ന് കരുതി ചകയാൻ നിൽക്കേണ്ട, കനൽ കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് തന്നെയാണ്. ചാരമാണെന്ന് കരുതി ചകയാൻ നിന്നതാ, കനൽ കെട്ടില്ലായിരുന്നു. മൂന്നാം ദിവസം പൊള്ളി. മൂന്നാം ദിവസം കല്ലറയും പൊട്ടിച്ചിട്ട് വരവ് വന്നവൻ. നമ്മൾ ആളറിഞ്ഞിട്ട് വേണ്ടേ? നമുക്കൊക്കെ ഈ അപകടം. ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന വിഷയം എന്നറിയാമോ? ഇവരെക്കുറിച്ച് എന്നല്ല പറയാൻ പോകുന്നത്. നമ്മൾ പരിഹാസം എന്നുള്ള വിഷയത്തിലേക്ക് വരട്ടെ. പരിഹാസം, നിന്ദനം, നമ്മളൊക്കെ വീണു പോകുന്നൊരു കുഴിയാണിത്, ഒരു കെണിയാണിത്. 5-6 പേര് ഒരുമിച്ച് നിൽക്കുന്നു. 5-6 പേര് ഒരുമിച്ച് നിൽക്കുന്നു. അതിനകത്തൊരുത്തൻ, ഒരു പാവത്തൻ. എന്താ പറ്റുന്നത്? ഈ 5-6 പേര് കൂടി ഇവനെ ഇട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തോണ്ടിക്കൊണ്ടിരിക്കും. ഇവനെ കളിയാക്കാവുന്നതൊക്കെല്ലാം കളിയാക്കിക്കൊണ്ടിരിക്കും. എന്തൊക്കെ അപമാനമായിരിക്കും ഇവൻ്റെ നേരെ. അവൻ്റെ മൂക്ക് കണ്ടോ ഇരിക്കുന്നത്, അവൻ്റെ പല്ല് കണ്ടോ ഇരിക്കുന്നത്, അവൻ്റെ മോന്ത ഇരിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് ഈ വർത്തമാനമായിരിക്കും നമ്മൾ ഇവനെ ഇട്ടുകൊണ്ട്. ഒന്നാമത്തെ കാര്യം, എൻ്റെ പ്രിയമുള്ളവരെ, അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ഈ ബോഡി ഷെയ്മിങ് ഒക്കെ വലിയ തെറ്റാണ്. ഒരു കാലത്ത് നമ്മൾ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു കാലത്ത്, അറിവില്ലാത്ത കാലത്ത് നമ്മളുമൊക്കെ വീണു പോയൊരു ഒരു കെണിയാണത്. നമുക്കൊക്കെ പറ്റിപ്പോയി. നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തനെ നോക്കിയിട്ട് അവൻ്റെ നിറം വെച്ചിട്ട് നമ്മൾ അവനെ കളിയാക്കിയിട്ടുണ്ട്. അവൻ്റെ പല്ലിൻ്റെ ഷേപ്പ് വെച്ച് നമ്മൾ കളിയാക്കിയിട്ടുണ്ട്. അവൻ്റെ മെലിഞ്ഞിരിക്കുന്ന കോലവോ പൊണ്ണത്തടിയോ കണ്ട് അവനെ കളിയാക്കിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ കുറച്ചുകൂടെ ഡെവലപ്ഡായി, കുറച്ചുകൂടെ കൾച്ചേർഡ് ആകുകയാണ് നമ്മൾ. അപ്പോൾ ഇതൊക്കെ മോശമാണെന്ന് ചിന്തിക്കാൻ പറയുന്നത്. ഇത് ഈ പാർട്ടി ഡ്രിങ്കിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വട്ടം ഇരുന്നിട്ട് മദ്യവും സേവിച്ചിട്ട് വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ ഒരുത്തനെ കൊല്ലുന്നതിലാണ് സന്തോഷം. ഒരുത്തനെ അവൻ്റെ കോലം കണ്ടിട്ടോ അവൻ്റെ സാഹചര്യമോ അവൻ്റെ വീടോ കുടുംബപ്പേരോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരുത്തനെ അപമാനിക്കുന്നതിലാണ് എല്ലാവരും ചിരി കണ്ടെത്തുന്നത്. ചെയ്യരുത്. എല്ലാ കൂട്ടത്തിലും ഉണ്ട്, സൗഹൃദങ്ങളിലും ഉണ്ട് ഇങ്ങനെ ചില കോമാളികൾ. എങ്ങനത്തെ കോമാളികൾ? മറ്റുള്ളവരെ കളിയാക്കിയിട്ട് എല്ലാവരെയും ചിരിപ്പിക്കുന്നവർ. ഇനി നിർത്തത്. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. നിങ്ങൾക്ക് ആരെങ്കിലും ചിരിപ്പിക്കണമെങ്കിൽ സെൽഫ് ഗോൾ അടിച്ചിട്ട് ചിരിപ്പിക്കുക. അതിനൊരു മാന്യതയുണ്ട്. നമ്മളെ തന്നെ അങ്ങ് പരിഹാസ വിഷയമാക്കിയേക്ക്. നമ്മുടെ 2 മണ്ടത്തരം പറ, നമുക്ക് പറ്റിപ്പോയ 2 അമളി പറ, എല്ലാവരും ചിരിക്കട്ടെ. ഒരു മര്യാദയുണ്ട്, മാന്യതയുണ്ട്. ഇത് കൂട്ടത്തിലെ സാധുവിനെ ബലി കുഞ്ഞാടാക്കിയിട്ട് അതിനെ കൊല വിളിച്ചിട്ട് എല്ലാവരും കൂടെ ആർത്തട്ടഹസിക്കുമ്പോൾ ഈ രംഗം ഓർത്തേക്കണം. നടുക്ക് നിൽക്കുന്നവൻ ഈശോയുടെ മുഖമുണ്ട്. അവൻ്റെ ശിരസിൽ നിങ്ങൾ മുൾക്കിരീടം വയ്ക്കുന്നു. അവൻ്റെ പുറത്ത് നിങ്ങൾ ചാട്ടവാറ് കൊണ്ട് പ്രഹരിക്കുന്നു. അവൻ്റെ മുഖത്ത് നിങ്ങൾ കാർക്കിച്ച് തുപ്പുന്നു. നമ്മൾ അറിയുന്നില്ല അവൻ ആരാണെന്നുള്ളത്. അതായത്
കുറേ കഴിയുമ്പോൾ നമ്മൾ പരിഹസിച്ചവർ നമ്മുടെ കൺമുമ്പിൽ വളരും നമ്മൾ കാണും. നമ്മൾ പരിഹസിച്ചവർ നമ്മുടെ കൺമുമ്പിൽ വളരുന്ന കാഴ്ച നമ്മൾ കാണും. ദൈവം അത് നമ്മളെ കാണിക്കും. അന്ന് എന്ത് പറ്റുമെന്നറിയാമോ? അന്ന് നമ്മൾ പരിഹാസ്യരാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരെയും കുറച്ച് കാണാനോ നിന്ദിക്കാനോ പരിഹസിക്കാനോ പോകാതിരിക്കുക. നമുക്ക് വരേണ്ട ഒരു വലിയ തിരുത്തലാണ്. എന്നെ കേൾക്കുന്നവർ, എനിക്കറിയാം കുറേ മനുഷ്യർ നമ്മളിങ്ങനെ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അറിയാം ആരൊക്കെയോ കൂടി ഞെരുക്കി അമർത്തി ഇല്ലാണ്ടാക്കി കളഞ്ഞ എത്രയോ മനുഷ്യരുണ്ടെന്നേ. കളിയാക്കിയും കുറ്റം പറഞ്ഞും ഇല്ലാത്തത് പറഞ്ഞു പരത്തി ഇങ്ങനെ ഞെരുക്കി 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 ഇരുട്ടറയ്ക്കകത്തേക്ക് പൂട്ടിയിടപ്പെടേണ്ടി വന്ന എത്രയോ മനുഷ്യരുണ്ട്. സാധുക്കൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർ ഇതനുഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ പറയും, എൻ്റെ പൊന്നച്ചാ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ പറഞ്ഞു പരത്തുന്ന കഥയുണ്ടല്ലോ എനിക്കറിയാൻ മേലച്ച, എന്നെക്കുറിച്ച് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഈ കളിയാക്കി വിടുന്നത് ഞാൻ ചെയ്തിട്ടില്ല അച്ഛാ. അപ്പോൾ എന്തിലാശ്വസിക്കും? എന്നെ കേൾക്കുന്നവരിൽ അത്തരം ആൾക്കാരുണ്ടെങ്കിൽ, ചില കളിയാക്കലുകൾക്ക് നിരന്തരം വിധേയപ്പെടുന്നവർ, ചില അപമാന വർത്തമാനങ്ങളുടെ ഭാരവും ചുമലിലേറ്റി കൊണ്ടു നടക്കുന്നവർ, ഏതോ കാലത്ത് സംഭവിച്ചു പോയൊരു ചെറിയ പിഴവിനെ പെരുപ്പിച്ച് 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 കാലാന്തരങ്ങളോളം അതിനെ നാട്ടുവർത്തമാനമാക്കി ആരൊക്കെയോ കൊണ്ടു നടക്കുമ്പോൾ പുറത്തിറങ്ങാൻ കഴിയാതെ, രണ്ടുപേരുടെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ ആത്മാഭിമാനം തകർന്നു പോയ സാധുക്കളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പക്ഷത്ത് കർത്താവുണ്ട് കേട്ടോ. നിങ്ങളുടെ സങ്കടം ബൈബിളിൽ എന്തുമാത്രം ഉണ്ടെന്നറിയാവോ? അങ്ങനെ പരിഹസിക്കപ്പെടുന്നവരുടെ സങ്കടങ്ങൾ ബൈബിളിൽ എന്തുമാത്രം എഴുതി വെച്ചിട്ടുണ്ടെന്നറിയാവോ? ബൈബിൾ എടുക്കുക. നമ്മൾ കുറച്ച് നേരം ധ്യാനിക്കാൻ പോകുന്നത് ഈ പരിഹസിക്കപ്പെടുന്നവരുടെ, ഞെരുക്കപ്പെടുന്നവരുടെ സങ്കടങ്ങളെ ബൈബിളിൽ കണ്ടെത്താൻ പോവുകയാണ്. ആദ്യം എടുക്കേണ്ടത്, ശരിക്കും അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആദ്യം വായിക്കേണ്ട പുസ്തകം ജോബിൻ്റെ പുസ്തകമാണ്. ഞെരുക്കപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന, പ്രിയപ്പെട്ടവരാൽ പോലും എന്ന് വെച്ചാൽ വീട്ടിൽ പോലും വിലയില്ല അച്ഛാ. ചിലരുടെ സങ്കടം വീട്ടിൽ പോലും ഒരു വില തരുന്നില്ലെന്ന്. എനിക്കെന്ത് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ എനിക്ക് ഇത്രേ പഠിക്കാൻ ദൈവം കഴിവ് തന്നിട്ടുള്ളൂ. എൻ്റെ കൂടപ്പുറപ്പുകൾ അവർ 2-3 പേരുണ്ട്, അവർ നന്നായിട്ട് പഠിച്ച് കയറിപ്പോയി, എനിക്ക് പറ്റിയില്ല. പിന്നെ മരണം വരെ നിന്നയാണിത് പറഞ്ഞിട്ട് കണ്ടുപഠിക്കുക, അവന്മാരെ കണ്ടുപഠിക്കുക, ഇതൊരു ഗതിയില്ലാതെ ഇങ്ങനെ നടക്കുകയല്ലേ. ഇവിടെ കരുണ കാണിക്കുന്നേ അവനോട്. ഇത് ഈ പരിഹാസം, നിന്ന സഹിക്കാൻ വയ്യാതെ നേരെ നിൽക്കാൻ പറ്റാതെ വളഞ്ഞു കുത്തിപ്പോയ സാധുക്കൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സങ്കടത്തിന് ബൈബിളിൽ ഇടമുണ്ട് എന്നാണ്. അപ്പോൾ എന്താണ്? നമ്മൾ തുടങ്ങുകയാണ്. ജോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം 1-ാം വാക്യം. ജോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്: ഇപ്പോഴാകട്ടെ എന്നേക്കാൾ പ്രായം കുറഞ്ഞവർ എന്നെ പരിഹസിക്കുന്നു. ഇപ്പോഴാകട്ടെ, അതായത് പരിഹസിക്കപ്പെട്ട് ഇത്തിരി പോകുന്ന പിള്ളേർ വരെ നമ്മളെ കാണുമ്പോഴേക്കും ഊറി ചിരിച്ചിട്ട് പോവുക. എന്നേക്കാൾ പ്രായം കുറഞ്ഞവർ വരെ എന്നെ പരിഹസിക്കുന്നു. എന്തൊരു സങ്കടമാണത്. ഇനിയുണ്ട് ഈ ജോബിൻ്റെ പുസ്തകം 17:2. ജോബിൻ്റെ പുസ്തകം 17:2. പരിഹാസകർ എന്നെ വളയുന്നു, അവരുടെ പരിഹാസം ഞാൻ നിസ്സഹായനായി നോക്കിയിരിക്കുന്നു. എൻ്റെ ചുറ്റും ഈ നിന്ദകരുണ്ട്, എനിക്കൊന്നും പറയാൻ കഴിയാത്ത വിധം ഞാൻ നോക്കി നിൽക്കേണ്ടി വരികയാണ്. മറുവാക്ക് പറയാൻ കെൽപ്പില്ല കർത്താവേ, തിരിച്ചൊന്നും പറയാനൊന്നും പ്രതിരോധിക്കാൻ പോലും കെൽപ്പില്ലാതെ ഞാൻ ഈ പരിഹാസകരുടെ മുമ്പിൽ നിന്ദ്യനായി നിൽക്കുന്നു. ജോബ് 17:2. അടുത്തത് ജോബ് 21:3. ജോബ് 21:3. അത് നേരത്തെ ചിന്തിച്ചതിൻ്റെ ബാക്കി പോലെ ചിന്തിക്കാം. എന്താ നേരത്തെ ചിന്തിച്ചേ? പരിഹാസകർ എന്നെ വളയുന്നു, അവരുടെ നടുക്ക് മിണ്ടാനാകാതെ നിൽക്കുന്നു. ജോബ് 21:3. അല്പം സംസാരിക്കാൻ എന്നെ അനുവദിക്കൂ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പരിഹാസം തുടരാം. എടാ ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ പരിഹാസം നിർത്തണ്ട, കണ്ടിന്യൂ, പക്ഷെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി കളിയാക്കടാ. ഇല്ല, ഒരല്പം മിണ്ടാൻ പോലും അനുവാദം തരാതെ എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന നിന്ദാപമാനങ്ങൾ ഇനിയുമുണ്ട്. ജോബ് 30:9. ഇപ്പോൾ ഞാൻ അവർക്ക് പാട്ടും പഴമൊഴിയുമായി തീർന്നിരിക്കുന്നു. അങ്ങനെ ചില മനുഷ്യരുണ്ട്. ശരിക്കും അത്തരം മനുഷ്യരോടൊക്കെയുള്ളൊരു ചായ്വാണ് ഇന്നത്തെ കാരുണ്യ വഴി. ഒരു കാലത്ത് എന്തോ ഒരു ചെറിയ പിഴവ് പറ്റിപ്പോയി. ആരാണെന്ന് ഈ പിഴവ് പറ്റാത്ത? നമ്മളിൽ ആരാ ഇത്ര വലിയ മെച്ചം? പക്ഷെ എന്താ ചെയ്യുന്നറിയാമോ? ഈ പിഴവിനെ ആഘോഷമാക്കി ഒരു നാട്ടിലെ പാട്ടായിട്ടും പഴമൊഴിയായിട്ടും അത് മാറിപ്പോയി. അതുകൊണ്ട് പിന്നീട് ഒരിക്കലും അവർക്ക് അവരുടെ പഴയ സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റിയിട്ടില്ല. പാട്ടും പഴമൊഴിയുമായി പരിഹാസം മാറിപ്പോയ മനുഷ്യർ. ജോബ്
9. സങ്കീർത്തനത്തിലേക്ക് വാ. ദാവീദിൻ്റെ സങ്കടങ്ങളുണ്ട് ഇഷ്ടം പോലെ. 22:7 സങ്കീർത്തനം. ഇതാ ഞാൻ പറഞ്ഞത്, ഇന്ന് ബൈബിൾ എടുത്തിരിക്കണം. കുറേ നമുക്ക് ഇങ്ങനെ ധ്യാനിക്കാനുണ്ട്. പക്ഷേ ഇത് ഈ വചനത്തോട് ചേർന്ന് നമ്മളൊരു ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഈ സങ്കീർത്തനം 22:7 കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു, അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു. Psalms chapter 22:7 കാണുന്നവരൊക്കെ കൊഞ്ഞനം കുത്തിയിട്ട് പോവുക എന്നെ. അടുത്തത് സങ്കീർത്തനം 35 15-16 എന്നാൽ അവർ എൻ്റെ വീഴ്ചയിൽ കൂട്ടം കൂടി ആഹ്ലാദിച്ചു, ഞാൻ അറിയാത്ത മുടന്തന്മാർ നിർത്താതെ എന്നെ പരിഹസിച്ചു, അവർ എന്നെ ക്രൂരമായി പരിഹസിച്ചു, എൻ്റെ നേരെ ഞാൻ അറിയാത്തവർ വരെ. അതിനകത്ത് രസമാണ് അറിയോ, ഞാൻ അറിയാത്ത മുടന്തന്മാർ എന്നെ പരിഹസിച്ചു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഓൾറെഡി അവർക്ക് കുറവുകളുണ്ട്, ഓൾറെഡി അവർക്കൊക്കെ കുറവുകളുണ്ട്. എന്നിട്ട് അവരുടെ കുറവ് മറന്നിട്ട് പോലും അറിയാത്ത എന്നെ പരിഹസിക്കാൻ ശ്രമിക്കുന്ന വിധത്തിൽ ഞാൻ താഴ്ന്നു പോയിരിക്കുകയാണ്. നിന്നിനെ ചിലപ്പോൾ നമുക്കങ്ങനെ തോന്നത്തില്ലേ, നമ്മളെ കളിയാക്കുന്നവരെയൊക്കെ നമുക്കറിയാം, ദൈവമേ യുവമാർക്ക് കുറവില്ലേ, എന്നിട്ടെന്താ അതിനേക്കാൾ കുറവ് അവരെന്നിൽ കണ്ടെത്തുന്ന വിധത്തിൽ ഞാൻ പരിഹാസ്യനായി മാറുന്നു. ഈശോയുടെ പരിഹാസം, ഈശോ ഏറ്റെടുക്കേണ്ടി വന്ന പരിഹാസത്തെ നമ്മൾ അനുഭവിക്കുന്ന പരിഹാസത്തോട് ചേർത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആദ്യം ചിന്തിച്ചത് മറ്റുള്ളവരെ കളിയാക്കി സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കരുത്, അതിൻ്റെ കാലം കഴിഞ്ഞു, അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമല്ല, അതൊരു നിലവാര തകർച്ചയാണ്. ദയവ് ചെയ്ത് ചെയ്യരുത്. മറ്റുള്ളവരുടെ ചെലവിൽ ചിരിക്കരുത്, മറ്റുള്ളവരെ നിന്ദിച്ച് ചിരിക്കാൻ ശ്രമിക്കരുത്. 2, വലിയ പരിഹാസങ്ങളിലൂടെ ഞെരുക്കങ്ങളിലൂടെ മുൻകാലത്തും ഇപ്പോഴും കടന്നു പോയിട്ടുമുള്ളവർ ഓർക്കണേ, നമ്മുടെ സങ്കടങ്ങൾക്ക് ബൈബിളിൽ ഇടമുണ്ട്. അത് ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന്, സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ കാണുകയായിരുന്നു. ഇനി നമ്മൾ മൂന്നാമത് ചിന്തിക്കുന്നത്, അങ്ങനെ പരിഹസിക്കപ്പെടുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? അങ്ങനെ പരിഹസിക്കപ്പെടുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? എടുക്കാം പത്രോസ് ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 23-ാം വാക്യം. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല, പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. അതായത് നമ്മൾ പരിഹസിക്കപ്പെടുമ്പോൾ, നമ്മൾ നിന്ദിക്കപ്പെടുമ്പോൾ നമ്മൾ എന്ത് സ്റ്റാൻസ് എടുക്കണം, എന്ത് നിലപാടെടുക്കണം? എന്താ ചെയ്യണ്ടേ? നിന്ദിക്കപ്പെടുമ്പോൾ തിരിച്ച് നിന്ദിക്കാൻ പോകണ്ട, പീഡിപ്പിക്കപ്പെടുമ്പോൾ തിരിച്ച് പീഡിപ്പിക്കാൻ പോകണ്ട. പിന്നെ എന്താ ചെയ്യേണ്ടത്? നീതിയോടെ വിധിക്കുന്നവന് തന്നെ വിട്ടുകൊടുത്തേക്ക്. അതാരത്? ഈശോ. ഇവർ ഈ ചെയ്യുന്നത് നീതിയോടെ അല്ലല്ലോ. നീതിയോടെ വിധിക്കുന്നവൻ ആരാ? ഈശോ. നീതിയോടെ വിധിക്കുന്നവന് നമ്മളെ തന്നെ അങ്ങ് വിട്ടുകൊടുത്തു പ്രാർത്ഥിക്കണേ. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അപമാനങ്ങളിലും സങ്കടങ്ങളിലും നമ്മൾ എടുക്കേണ്ട ചിന്ത അതാണ്. നിന്ദിക്കപ്പെടുമ്പോൾ തിരിച്ച് നിന്ദിക്കരുത്, പരിഹസിക്കപ്പെടുമ്പോൾ തിരിച്ച് പരിഹസിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? നീതിയോടെ വിധിക്കുന്നവന് തങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുക, വിട്ടുകൊടുക്കുക. അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങളുടെ പരിഹാസ മുഖങ്ങളിൽ നിങ്ങൾ അങ്ങനെ കർത്താവിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പം എന്ത് സംഭവിക്കും? എടുക്കാം മിക്ക പ്രവാചകന്റെ പുസ്തകം, ദ ബുക്ക് ഓഫ് മിക്ക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് ഭയങ്കര സുന്ദരമാണ്. ഇനിയുള്ളൊരു 3 വാക്യങ്ങൾ ശരിക്കും നിങ്ങൾ നന്നായിട്ട് അടിവരയിട്ട് വെച്ചേക്കണേ. നിന്ദിക്കപ്പെട്ട് കിടക്കുമ്പോൾ നമ്മൾ തിരിച്ച് നിന്ദിക്കാതെ വരുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ പരിഹസിക്കാതെ നീതിയോടെ വിധിക്കുന്ന ദൈവത്തിന് വിട്ടുകൊടുത്താൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യം മിക്ക 7:8. എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും. എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ഇരിക്കാൻ നിൽക്കാതെ. കാരണം എന്താ? വീണാലും ഞാൻ എഴുന്നേൽക്കും, ഇരുട്ടിലാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും. ഐ വിൽ ഫൈറ്റ് ബാക്ക്. ഞാൻ തിരിച്ചു വരും. അത് ആ വിശ്വാസം എല്ലാവർക്കും ഉണ്ടാകട്ടെ, സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക്. ഇനിയുണ്ട് സങ്കീർത്തനം 37, 23, 24 വാക്യങ്ങൾ. മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്, തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാലും അത് മാരകമായിരിക്കില്ല, കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്, തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അവൻ വീണേക്കാം, എന്നാൽ ഇത് മാരകമായിരിക്കില്ല, കർത്താവ് അവൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിച്ചത്, നമ്മളൊരു വിഷയത്തെ, പരിഹാസം എന്നൊരു വിഷയത്തെ ബൈബിൾ വെച്ച് പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു.
പരിഹാസം എന്ന വിഷയത്തെ ബൈബിൾ വെച്ച് സ്ക്രിപ്ചറലായിട്ട് പഠിക്കാൻ ശ്രമിച്ചതാണ്. എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് നമ്മളോട് നോക്കിക്കേ. എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? ഒന്നാമത്തെ കാര്യം, ഈശോയെ പരിഹസിച്ച ആ പടയാളികളെ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ആരെയും പരിഹസിക്കാൻ നിൽക്കരുത്. കാരണം അവർ നാളെ ഉയരും. അപ്പം നമ്മൾ പരിഹാസ്യരാകും. അതുകൊണ്ട് ആരെയും നിന്ദിക്കാനോ പരിഹസിക്കാനോ നമ്മുടെ ഭാവിയെക്കുറിച്ചോ അവരുടെ ഭാവിയെക്കുറിച്ചോ നമുക്ക് നിശ്ചയമില്ല. എല്ലാവരും ദൈവത്തിന് മുമ്പാകെ വിലയുള്ളവരാണ്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത്, അങ്ങനെ പരിഹസിക്കപ്പെട്ടവരാണ് നമ്മളെങ്കിൽ ഓർക്കണം, നമ്മുടെ സങ്കടങ്ങൾക്ക് ബൈബിളിൽ ഇടമുണ്ട്. 3, അങ്ങനെ പരിഹസിക്കപ്പെടുമ്പോൾ നമ്മുടെ നിലപാടെന്തായിരിക്കണം? നിന്ദിക്കപ്പെട്ടാലും നിന്ദിക്കരുത്, പരിഹസിക്കപ്പെട്ടാലും പരിഹസിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? നീതിയോടെ വിധിക്കുന്നവന് നമ്മളെ തന്നെ ഭരമേൽപ്പിക്കണം. അങ്ങനെ ഭരമേൽപ്പിച്ച് എന്ത് പറ്റും? നമ്മൾ വീണ്ടും എഴുന്നേക്കും. നിങ്ങളെല്ലാവരും കേട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറിയാമോ? കർത്താവ് ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ ആരൊക്കെ കൂടി, എത്ര പേര് കൂടി അവനെ ഞെരുക്കാനും പീഡിപ്പിക്കാനും നിന്ദിക്കാനും അപമാനിക്കാനും ശ്രമിച്ചാലും അവൻ ഉയർന്നിരിക്കും. ഉദാഹരണം, പൂർവ്വ യൗസേപ്പ് കൂടപ്പറപ്പുകളൊക്കെ കൂടി ചെയ്യാവുന്നിടത്തോളം ദ്രോഹം ചെയ്തില്ലേ? ഇടിച്ചുകൂട്ടി പൊട്ടക്കണത്തിലിട്ടില്ലേ? അവിടുന്ന് ഈജിപ്തിലെ അടിമ വ്യാപാരികൾക്ക് വിറ്റില്ലേ? പൊത്തിഫറിന്റെ വീട്ടിൽ പണിക്ക് നിൽക്കേണ്ടി വന്നില്ലേ? തടവറയിൽ അടയ്ക്കപ്പെട്ടില്ലേ? എന്നിട്ട് അവനെ കർത്താവ് അവിടുന്നും ഉയർത്തി. കർത്താവ് ഉയർത്താൻ തീരുമാനിച്ചാൽ അവർ ഉയർന്നിരിക്കും. ദാവീദിനെ നോക്ക്, സാവൂള് കൊല്ലാൻ വേണ്ടി ഓടിച്ചില്ലേ? ചെയ്യാവുന്ന പണിയൊക്കെ ചെയ്തില്ലേ ദാവീദിനെ ഇല്ലാണ്ടാക്കാൻ? പക്ഷെ കർത്താവ് തീരുമാനിച്ചു, ദാവീദിനെ ഉയർത്തും. ദാവീദ് ഉയർന്നു. ഇന്നത്തേക്കുള്ള വാക്യം, ഹോംവർക്ക്, ഒരു ബൈബിൾ വാക്യം പഠിക്കാനാണ്. ഞെരുക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട, പരിഹസിക്കപ്പെട്ട സങ്കടങ്ങളിൽ ഒതുങ്ങിപ്പോയവരാണ് നിങ്ങളെങ്കിൽ ഈ ബൈബിൾ വാക്യം നിങ്ങളെ ആശ്വസിപ്പിക്കണം. ഇത് പറഞ്ഞ് പഠിക്കണം. ഒപ്പം നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടു പോയി, മുൻകാലത്ത് പറ്റിപ്പോയൊരു പിഴവ്, ഒരു വീഴ്ച, അതിൻ്റെ പേരിൽ അങ്ങ് ഇരുട്ടറയിലേക്ക് മറഞ്ഞുപോയി. നമുക്കറിയാം, ഇമ്മൻസ്ലി ടാലൻറ്റഡ് ഒരുപാട് നന്മ അവരിലൂടെ നടക്കും. അത് പൗരോഹിത്യ കൂട്ടായ്മയിലാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിലാണെങ്കിലും ഒരുപാട് നന്മ നടക്കും. പക്ഷെ ഒതുങ്ങിപ്പോയി. നമ്മൾ ഈ വചനം കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വാക്യം എനിക്ക് ഏറെ പ്രിയപ്പെട്ട ബൈബിൾ വാക്യമാണ്. യെശയ്യാ 40-30-31. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. യെശയ്യാ 40-30-31. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. യെശയ്യാ 40-30-31 ഈ വചനഭാഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു. കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു. ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു. കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു. ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. കുരിശുകളോരോന്നായി പെരുകുമ്പോൾ അവശതയാൽ ചുറ്റും നോക്കി ഞാൻ. കടമൊന്നും വീട്ടാൻ കഴിയാതെ പടിവാതിൽ മുട്ടിത്തളരുമ്പോൾ, കാലക്കേടാണെന്നോതി എല്ലാരും വേഗം എന്നിൽ നിന്നകലുമ്പോൾ, നാണക്കേടിന്റെ നേരത്താരും തെല്ലാ
ക്രൂശിലേക്കൊന്നു നോക്കി ഞാൻ ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു. കരുത്തേകും നിൻ കരമിൻ തോളിൽ പതിച്ചു. ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു. കരുത്തേകും നിൻ കരമിൻ തോളിൽ പതിച്ചു. ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഈശോയെ, പരിശുദ്ധനായവനെ, നിനക്ക് ആരാധന. കർത്താവേ, കാരുണ്യ വഴി ശുശ്രൂഷയുടെ 27-ാം നാൾ തിരുമുമ്പാകെ ആരാധനയോടെ നിൽക്കുന്ന നിന്റെ മക്കളുടെ മേൽ കരുണയായിരിക്കണേ. ഈശോയെ, ഞങ്ങൾ ഇന്ന് ചിന്തിച്ചത് നീ പരിഹാസ വിഷയമായി മാറിയ നേരത്തെയാണ്. ശിരസില് മുൾമുടി വെച്ച് ചാട്ടവാറുകൊണ്ട് പ്രഹരിച്ച് നിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി പടയാളികൾ നിന്നെ പരിഹസിച്ച് നിന്ദിച്ച നിമിഷങ്ങളെ ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. ഈശോയെ, അവരറിയുന്നില്ലല്ലോ ആരെയാണ് അവരീ നിന്ദിക്കുന്നതെന്ന്. കർത്താവെ, ഞങ്ങൾ കേൾക്കുകയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റാരെയും പരിഹസിക്കാതിരിക്കാൻ, നിന്ദിച്ച് അപമാനിക്കാതിരിക്കാൻ ശ്രദ്ധയുണ്ടാകണമെന്ന്. ഈശോ, മറ്റുള്ളവരെ പരിഹസിക്കാൻ അതെന്തിൻ്റെ പേരിലാണെങ്കിലും, ശരീരത്തിൻ്റെ പേരിലോ അവർക്ക് വന്നു പോയ ഒരു പിഴവിൻ്റെ പേരിലോ ഒരിക്കലും അവരെ അപമാനിക്കാനും പരിഹസിക്കാനും ഞങ്ങൾക്ക് അവകാശമില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ഈശോയെ, അറിവില്ലായ്മ കൊണ്ട് മുൻകാലങ്ങളിൽ ഞങ്ങൾ മറ്റുള്ളവരെ പരിഹസിക്കുകയും ഞങ്ങൾക്ക് ചിരിക്കാനുള്ള വിഷയമാക്കി മറ്റുള്ളവരെ മാറ്റുകയും ചെയ്തു പോയ നേരങ്ങളുണ്ട്. പൊറുക്കണേ ദൈവജനമേ. അത്തരം നേരങ്ങൾ നമ്മുടെയൊക്കെ പൂർവ്വകാലത്തുണ്ടായിട്ടുണ്ട്. കൂട്ടത്തിൽ സാധുവായ ഒരാളെ അപമാനിച്ച് നിന്ദിച്ച് അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ച ഒരു പൂർവ്വകാലം. കർത്താവേ, ഇന്നും നിന്റെ പീഡാസഹനത്തിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ ചെയ്തതിൻ്റെ മൗഢ്യം ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങൾ പരിഹസിച്ചവർ, ഞങ്ങൾ നിന്ദിച്ചവർ ഒരു ദിവസം ഞങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കുമ്പോൾ ഞങ്ങൾ പരിഹാസ്യരായി മാറുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ഈശോയെ, മറ്റുള്ളവരെ പരിഹസിച്ചു പോയ നിന്ദിച്ച നേരങ്ങളെ ഓർത്ത് അനുതപിച്ച് നിന്റെ ജനം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒപ്പം ഞങ്ങൾ നേരിടേണ്ടി വരുന്ന നിന്ദാപമാനങ്ങളെ ഈ നേരത്ത് പ്രാർത്ഥനയാക്കുന്നു. ഈശോയെ, ഈ ജീവിതകാലത്ത് ഒരുപാട് അപമാനങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ട്. കർത്താവേ, പരിഹാസ ശരങ്ങൾ എൻ്റെ മേലും വന്ന് പതിച്ചിട്ടുണ്ട്. ഈശോയെ, മറ്റുള്ളവരുടെ നിന്ദനത്തിന് വിഷയമായി ഞാനും മാറിപ്പോയ നേരങ്ങളുണ്ട്. ഈശോയെ, ജോബ് പറയുന്നത് പോലെ ചുറ്റുമിരുന്നവരെന്നെ അപമാനിച്ച നേരമുണ്ടായിട്ടുണ്ട്. ഒരു വാക്കെനിക്കൊന്ന് പറയാൻ കഴിയാത്ത വിധം എൻ്റെ തല താന്നു പോയ നേരങ്ങളുണ്ടായിട്ടുണ്ട്. ഈശോയെ, കർത്താവേ, അത്തരം നേരങ്ങളിൽ ഞങ്ങളെടുക്കേണ്ട നിലപാട് ഞങ്ങളിന്ന് പഠിക്കുകയായിരുന്നു. നിന്ദനമേൽക്കുമ്പോൾ തിരിച്ച് നിന്ദിക്കരുത്, പരിഹാസമേൽക്കുമ്പോൾ തിരിച്ച് പരിഹസിക്കരുത്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഏൽക്കേണ്ടി വരുന്ന പരിഹാസങ്ങളുടെ പരിഹാരമായി ഞങ്ങൾ കണ്ടെത്തിയത് തിരിച്ച് പരിഹസിക്കുക, തിരിച്ചപമാനിക്കുക എന്നതായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു, നിന്ദിക്കപ്പെട്ടാലും നിന്ദിക്കരുത്, പരിഹസിക്കപ്പെട്ടാലും പരിഹസിക്കരുത്. മറിച്ച് നീതിയോടെ വിധിക്കുന്നവന് ഞങ്ങളെ തന്നെ സമർപ്പിക്കണമെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ഈശോയെ, എൻ്റെ മുൻകാലങ്ങളിൽ ജീവിതകാലത്ത്
ഏൽപ്പിക്കപ്പെട്ട, എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട എല്ലാ മുറിവുകളെയും നിന്നാപമാനങ്ങളെയും തിരുമുമ്പാകെ നീതിയോടെ വിധിക്കുന്നവനെ നിൻ്റെ മുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ പോലും എന്നെ നിന്ദിച്ച നേരങ്ങൾ, എന്നെ അപമാനിച്ച നേരങ്ങൾ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ നാട്ടിൽ ഞാൻ തളർന്നു പോയ നേരങ്ങൾ, അതെല്ലാം ഈശോയെ നീതിയോടെ വിധിക്കുന്നവനെ നിൻ്റെ മുമ്പാകെ ഞാൻ വിട്ടുതരുന്നു. ഈശോയെ, ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ആശ്വാസം ഇന്ന് ഞങ്ങൾ ധ്യാനിച്ചത് യെശയ്യാ 40, 30, 31. എത്ര അപമാനിക്കാൻ ലോകം ശ്രമിച്ചാലും, നിന്ദിക്കാനും പരിഹസിക്കാനും ചുറ്റുമുള്ളവർ ശ്രമിച്ചാലും, കർത്താവ് ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ അവർ ഉയർന്നിരിക്കുമെന്ന് കർത്താവെ നിന്റെ കുരിശ് പഠിപ്പിക്കുന്ന പാഠമാണ്. നിന്റെ കുരിശ് പഠിപ്പിക്കുന്ന പാഠമാണ്. ദാവീദിൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന പാഠമാണ്. പൂർവ്വ യൗസേപ്പിൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന പാഠമാണ്. കൂടെയുള്ളവർ തകർക്കാൻ ശ്രമിച്ചതാണ്, എന്നിട്ടും ദൈവമേ നീ ഉയർത്തുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40, 30, 31. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. സമാനമായ അനുഭവം ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് ഈശോയെ. ചെറുപ്പത്തിലേ ഞങ്ങൾ തളർന്നു പോയിട്ടുണ്ട്, ശക്തിയറ്റ് വീണു പോയിട്ടുണ്ട്. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റ് വീഴാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. എൻ്റെ കർത്താവേ, ഞങ്ങളെ വീണ്ടും ഉയർത്തുന്നവനെ, ലോകം താഴ്ത്തിയാലും ഞങ്ങളെ ഉയർത്തുന്ന ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയ്ക്ക് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് കരുണയ്ക്കായി നിന്റെ ജനം കേണു പ്രാർത്ഥിക്കുന്നു. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. 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 പ്രിയമുള്ളവരെ, ജീവിതകാലത്ത് ഒരുപാട് ഞെരുക്കപ്പെട്ട, തകർക്കപ്പെട്ട അനുഭവം കിട്ടിയവര്, കർത്താവിനെന്ന പോലെ മുൾക്കിരീടം ശിരസിൽ മറ്റുള്ളവർ അണിയിച്ച അനുഭവമുള്ളവർ, ചാട്ടവാറടി പ്രഹരമേറ്റവർ, നിന്നാപമാനങ്ങൾ ഏറെയേറ്റവർ, അത്തരം അനുഭവങ്ങൾ നമുക്കൊക്കെയുണ്ട്. കർത്താവിൻ്റെ മുമ്പാകെ മുട്ടിനുമേൽ നിന്ന് ഇരുകരവും ചെറുതായി ഉയർത്തി ഈ വചനത്തിൽ ആശ്രയം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ 40, 30, 31. കഴുകനെ പോലെ ഞാൻ ചിറകടിച്ച് ഉയരും, ഞാൻ ഓടിയാലും തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയില്ല. പ്രാർത്ഥിക്കാം. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ
ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനത്താ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. 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 ഈശോയുടെ അതിദാരുണമാ പീഡാസഹനത്താ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും
പീഡാസഹനത്താ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. ഈശോയുടെ അതിദാരുണമാ 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 പീഡാസഹനത്താ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം
ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ പരിഹസിച്ചും നിന്ദിച്ചും നമ്മൾ വേദനിപ്പിച്ചവരുടെ മുഖങ്ങളെ ഓർക്കണേ. നമ്മളൊന്ന് പിന്തുണച്ചിരുന്നെങ്കിൽ, ഒന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപാട് മുന്നോട്ട് പോകാമായിരുന്നവരെ നമ്മൾ ഇടക്കാലങ്ങളിൽ എപ്പോഴൊക്കെയോ തളർത്തിയിട്ടില്ലേ? അനുദപിച്ച് ഈശോയോട് മാപ്പ് ചോദിക്കാം. ഒപ്പം നമ്മളെ തളർത്തിയവരോട്, നമ്മളെ ഞെരുക്കിക്കളയാൻ ശ്രമിച്ചവരോട് നിരുപാധികം ക്ഷമിച്ച് അവർക്കും കർത്താവിൻ്റെ കരുണ ചൊരിയപ്പെടാൻ ആഗ്രഹിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പിതാവേ കനിയണമേ, ആബാ പിതാവേ കനിയണമേ. ആബാ പിതാവേ കനിയണമേ. ആബാ പിതാവേ കനിയണമേ. ആബാ പിതാവേ കനിയണമേ, ആബാ പിതാവേ കനിയണമേ. ആബാ പിതാവേ കനിയണമേ. ആബാ പിതാവേ കനിയണമേ. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു. ദുഃഖം മറഞ്ഞു, എൻ മിഴികൾ നിറഞ്ഞു,